ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 184 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ്. പിന്നെ കോർഡിനേറ്റർ ഞാൻ തന്നെയാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും പിന്നെ അനുഭവം പങ്കുവയ്ക്കുന്നതൊക്കെ ശ്രീമതി ലത, തിരുവനന്തപുരം ബാലവികാസ് ഗുരുവാണ്. ലതയാണ്. ലത റെഡിയാണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഓങ്കാരം പറഞ്ഞു കഴിയുമ്പോ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങാം കേട്ടോ. ഞാൻ ഓങ്കാരം ഇപ്പൊ പറഞ്ഞു തീർക്കും. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിരാം. ശ്രീമതി ലത വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. സായിരാം. കുറച്ച് പൊങ്ങിയിരിക്കണം. ഒന്ന് പൊങ്ങിയിരിക്കും. ഒന്നുകൂടെ. ഓക്കെ സൈരാം ചേച്ചി, ഞാന് അമ്പലമുക്ക് സമിതിയിലെ ബാലവികാസ് ഗുരുവാണ്. എന്റെ പേര് ലത എന്നാണ്. സത്യസായി വാണി ഭാഗം 15 നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഹൃദയമാകുന്ന ഉദ്യാനം. മനുഷ്യന് പുരോഗതിയുടെ പാതയിൽ കൂടി എപ്പോഴും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചലമായ ഒരു ജീവിത രീതി അവന് പ്രയോജനം ചെയ്യുകയില്ല. ക്ലാസ്സിൽ കയറ്റം കിട്ടാതെ ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന കുട്ടിയെ നാം എങ്ങനെ സഹിക്കും? ഓരോ വർഷം ചെല്ലുന്തോറും ഉയർന്ന ക്ലാസ്സിലേക്ക് അവൻ പോകേണ്ടതുണ്ട്. അതുപോലെ ആത്മാന്വേഷിയായ ഒരാൾ സാധനയിൽ പുരോഗമിക്കാതിരിക്കരുത്. ആദ്യകാലത്ത് ഈശ്വരനുമായിട്ടുള്ള ബന്ധം യജമാനും ഭൃത്യനുമായിട്ടുള്ളതും പിന്നീട് ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഉള്ളതുമായിരിക്കണം. അവ അവസാനം പരമാത്മാവിൽ ലയിക്കണം. അതായത് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള യാത്രയായിരിക്കണം നമ്മുടെ സാധന. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഈശ്വരന്റെ പ്രതിമയോ ചിത്രങ്ങളോ വെച്ച് ആരാധിച്ചിരുന്നു. ആരാധനയിൽ 16 സംവിധാനങ്ങളുണ്ട്. അവ ജ്ഞാനം, ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, സ്നാനം, വസ്ത്രം, യജ്ഞോപവീതം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, താമ്പൂലം, നീരാഞ്ജനം, പ്രദക്ഷിണ നമസ്കാരം ഇവയാണ്. പക്ഷേ ഒരു ഭക്തന് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും സത്യസന്ധമായ ജീവിതവും വളരെ ആവശ്യമുള്ള യോഗ്യതകളാണ്. പുഷ്പം അർപ്പിച്ച് ആരാധിക്കുന്നത് നല്ലതു തന്നെയാണ്. മാത്രമല്ല 16 തരത്തിലുള്ള ആരാധനകളും നല്ലതാണ്. പക്ഷെ ഒരു വ്യക്തി ഈ തരത്തിലുള്ള ആരാധനകളിൽ നിന്നും ഉയർന്ന് ആത്മബോധം വളർത്തേണ്ടതാണ്. പുഷ്പങ്ങൾ വാടിയും കരിഞ്ഞും പോകും. അവ അർപ്പിച്ച് ആരാധിക്കുന്നതിന്റെ ഫലം നീണ്ടു നിൽക്കുകയില്ല. മനുഷ്യ ജീവിതമാകുന്ന മരത്തിൽ നിന്നുണ്ടാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കുന്നതാണ് ഈശ്വരന് ഏറെ ഇഷ്ടം. അവയെല്ലാം അവന്റെ ഹൃദയമാകുന്ന പൂന്തോട്ടത്തിൽ അവന്റെ സദ്ഗുണങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. ഈശ്വരന് അർച്ചിക്കേണ്ട പുഷ്പങ്ങളിൽ ഒന്നാമത്തേത് അഹിംസയായിരിക്കണം. മറ്റു ജന്തുക്കളെ കൊല്ലാതിരിക്കൽ മാത്രമല്ല അഹിംസ എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സ വാച കർമ്മണ ജീവജാലങ്ങളെ ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കലാണ് അഹിംസ. രണ്ടാമത്തെ പുഷ്പം ഇന്ദ്രിയ നിഗ്രഹമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ ഓടാതിരിക്കുക എന്നാണ് ഇതിനർത്ഥം. മൂന്നാമത്തെ പുഷ്പം ദയയാണ്. അതായത് സർവഭൂത ദയ. എല്ലാം ഈശ്വരൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏതു ദേവനെ ആരാധിച്ചാലും അതെല്ലാം പരമാത്മാവിൽ എത്തിച്ചേരും.
സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അങ്ങനെയാകുമ്പോൾ ഏതെങ്കിലും ജീവിയെ ഉപദ്രവിച്ചാലും അത് പരമാത്മാവിൽ എത്തിച്ചേരേണ്ടതല്ലേ? അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സർവജീവ തിരസ്കാരം കേശവം പ്രതിഗച്ഛതി. നാലാമത്തെ പുഷ്പം ക്ഷമയാണ്. വേദങ്ങളിൽ ധർമ്മം, സത്യം, ജ്ഞാനം, രാഗം, ആനന്ദം ഇവയെല്ലാം ക്ഷമയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ക്ഷമയില്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും മനുഷ്യന് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന് ദൈവികമായ ഗുണങ്ങൾ കൊടുക്കുന്നതാണിത്. മനുഷ്യന്റെ ഉള്ളിലെ ദൈവികതയെ ഇത് അനാവരണം ചെയ്യുന്നു. ക്ഷമ ലഭിക്കുവാനും അത് സ്ഥിരമായി നിലനിൽക്കുവാനും നാം സാധന ചെയ്യണം. അജ്ഞത കൊണ്ടും അഹങ്കാരം കൊണ്ടും അന്ധരായി ചിലർ നമ്മെ ശകാരിച്ചേക്കാം. നല്ല ആളുകൾ നമ്മെ സ്തുതിച്ചേക്കാം. അവയൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അഞ്ചാമത്തെ പുഷ്പം ശാന്തി, അതായത് മനഃശാന്തിയാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എന്തു ഉപദ്രവിച്ചാലും പ്രതികരിക്കാതിരിക്കുക എന്നല്ല ശാന്തിയുടെ അർത്ഥം. ഒരു പാറ പോലെ നിശബ്ദമായി ഇരിക്കുക എന്നും അതിനർത്ഥമില്ല. ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും യജമാനനായി ഇരിക്കുക എന്നതാണ് ഇതിനർത്ഥം. അതായത് അവയെ അടക്കി വെക്കുക. അപ്പോൾ മനഃശാന്തി ഒരുവന്റെ പ്രകൃതമായി തീരും. ശാന്തിയുടെ അടിസ്ഥാന ഗുണം വിരക്തിയാണ്. എല്ലാം തന്നിൽ അടക്കാൻ വെമ്പൽ കൊള്ളുന്ന സമുദ്രം താഴ്ന്നു കിടക്കുന്നു. കയ്യിലുള്ളതെല്ലാം ത്യജിക്കാൻ തയ്യാറായ മേഘങ്ങൾ വളരെ ഉയരത്തിൽ ആകാശത്തിലും സ്ഥിതി ചെയ്യുന്നു. നിശ്ചയദാർഢ്യമുള്ള ഒരു മനസ്സ് സ്ഥിര ദർശനവും ശാന്തി മനുഷ്യന് നൽകുന്നു. ശാന്തി മന്ത്രം 3 പ്രാവശ്യം ജപിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ശാരീരികമായും മാനസികമായും ആത്മീകമായും ശാന്തി ലഭിക്കട്ടെ എന്നാണ് ഇതിനർത്ഥം. മനുഷ്യൻ അധികം കോപാകുലരാകുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. ജനക മഹാരാജാവ് ആത്മീയ ശാന്തിയുടെ മാതൃകയാണെന്ന് ഉപനിഷത്തുകളിൽ പറയുന്നു. വിദേഹൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ദേഹമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ദേഹത്തിനെ പറ്റിയും അതിന്റെ ആവശ്യങ്ങളെ പറ്റിയും ബോധവാൻ അല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ സംബോധന ചെയ്തത്. ബോധമണ്ഡലത്തിൽ ആത്മീയ തലത്തിൽ നിന്നും കൊണ്ട് മാത്രമേ അദ്ദേഹം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുള്ളൂ. ആറാമത്തെ പുഷ്പം തപസ്സാണ്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് വനത്തിൽ പോയിരുന്ന് ജപിക്കുക എന്നല്ല തപസ്സിന്റെ അർത്ഥം. ഒരു വ്യക്തി ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവ 3 ഒരേപോലെ ഇരിക്കുന്നതിലാണ് തപസ് എന്ന് പറയുന്നത്. ദുഷിച്ച മനസ്സുള്ളവർക്ക് ഒരിക്കലും ഇങ്ങനെയാവാൻ കഴിയുകയില്ല. അവന്റെ മനസാക്ഷിയോട് പോലും അവൻ കള്ളം പറയുന്നു. ഇങ്ങനെയുള്ള തപസ്സിൽ ഒരു മനുഷ്യൻ വിജയിക്കുകയാണെങ്കിൽ അയാൾ പറയുന്ന ഓരോ വാക്കിനും മന്ത്രത്തിന്റെ ശക്തി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് 7ാമത്തെ പുഷ്പമായ ധ്യാനത്തെ പറ്റി ചിന്തിക്കാം. ഇക്കാലത്ത് എന്റെ തലയിൽ എത്ര രോമമുണ്ടോ അത്രയും വിധത്തിലുള്ള ധ്യാന രീതി ഫാഷൻ ആയി വന്നിരിക്കുകയാണ്. ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന പോലെയാണ് ധ്യാനം അനുഷ്ഠിക്കുന്നത്. ശാന്തമായി ഇരുന്ന് ഈശ്വരനെ വിചാരിക്കുന്നത് ധ്യാനം ആകുന്നില്ല. ഈശ്വരന്റെ സഹായത്തോടുകൂടി അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഈശ്വര തത്വത്തിലേക്ക് ഉയർത്തുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നവൻ ഈശ്വരനെ തങ്ങളുടെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരരുത്. അവർ ഈശ്വരന്റെ തലത്തിലേക്ക് ഉയരുക തന്നെ വേണം. 8ാമത്തെ പുഷ്പം സത്യം ആണ്. കാലത്തിന് സത്യത്തിന്റെ രൂപം മാറ്റാൻ സാധിക്കുകയില്ല. ഈശ്വരന് മാത്രമേ യാതൊരു മാറ്റവും ഇല്ലാതെ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലേക്കും അവിടെ നിന്ന് ഭാവിയിലേക്കും സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ പുഷ്പം വികസിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അലൗകികമായ സുഗന്ധം തരും. ഈ പുഷ്പങ്ങളെ കൊണ്ട് നിങ്ങൾ ഈശ്വരനെ ആരാധിക്കുക. ഭൂമിയിൽ കാണുന്ന പുഷ്പങ്ങൾ കൊണ്ട് ആരാധിക്കുമ്പോൾ പൂജാമുറിയുടെ വാതിൽ കടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭക്തി അപ്രത്യക്ഷമാവും. ആ വാതിൽ കടക്കുമ്പോൾ തന്നെ കോപവും വെറുപ്പ് ഉത്കണ്ഠയും അവന് തിരിച്ചു കിട്ടുന്നു. മേൽ പറഞ്ഞ 8 പുഷ്പങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഗുണങ്ങളോടുകൂടി നിങ്ങൾ ഈശ്വരനെ ആരാധിച്ചില്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹം എങ്ങനെ ലഭിക്കും? 364 ദിവസവും അസത്യനാരായണ വ്രതം അനുഷ്ഠിച്ചിട്ട് ഒരു ദിവസം മാത്രം സത്യനാരായണ വ്രതം അനുഷ്ഠിച്ചാൽ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുക? നിങ്ങൾ സായി ഭക്തരാണെന്ന് അവകാശപ്പെടുന്ന സ്ഥിതിക്ക് മുൻപ് പറഞ്ഞ 8 പുഷ്പങ്ങൾ കൊണ്ടും ഈശ്വരനെ പൂജിച്ചിട്ട് ആ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പുഷ്പങ്ങൾ ഇല്ലാതെ ചെടികൾ ഫലം തരുന്നില്ല. കായ്കൾ ഇല്ലാതെ പഴങ്ങൾ ഉണ്ടാകുന്നില്ല. കഠിനമായ കർമ്മം ചെയ്യാതെ ഭക്തി ജനിക്കുന്നില്ല. ഭക്തി ഇല്ലാതെ ജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? ദുഷ്ടനായ സോമകൻ വേദങ്ങളെ നിരോധിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ അവന് എന്തെങ്കിലും സന്തോഷം അതിൽ നിന്ന് ലഭിച്ചോ? 10 തലയുള്ള ആ രാക്ഷസൻ അന്യന്റെ ഭക്തിയെ മോഹിക്കുകയും അപഹരിക്കുകയും ചെയ്തു.
പക്ഷെ അവന് എന്ത് ലാഭമാണ് കിട്ടിയത്? വാശിക്കാരായ കൗരവർ സൂചി കുത്താൻ പോലും സ്ഥലം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ തട്ടിയെടുത്ത് അനുഭവിക്കാൻ സാധിച്ചോ അവർക്കത്? ദുഷ്ടനായ കംസൻ ഓരോ നവജാത ശിശുവിനെ കൊല്ലിച്ചു. എന്നാൽ അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇപ്പോഴും ദുഷ്ടരായ മനുഷ്യർക്ക് ഇത് തന്നെയാണ് അനുഭവം. ഇത് സായിയുടെ വാക്കാണ്, സത്യമാണ്. ഈ ദൃശ്യപ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരവും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സും പുരോഗതി അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഈശ്വര തത്വം നിലനിൽക്കുന്നു. ഇത് രണ്ടും പൂർണ്ണമായ ബ്രഹ്മത്തിന്റെ പ്രകടനങ്ങളാണ്. വ്യക്തിഗതമായ ബോധമണ്ഡലം ഈശ്വര തത്വത്തിന്റെ പ്രക്ഷേപമാണ്. ദൃഷ്ടിയും സമഷ്ടിയും സ്വയം പൂർണ്ണമാണ്. ശരീരം നശിച്ച പഞ്ചഭൂതങ്ങളിൽ ലയിച്ചാലും ആത്മാവ് നാശമില്ലാതെ നിലനിൽക്കുന്നു. വേദങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്. പൂർണ്ണം കൊണ്ട് പൂർണ്ണം ഉണ്ടാകുന്നു. പൂർണ്ണതയിൽ നിന്നും പൂർണ്ണം എടുത്താൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഈശാവാസ്യ ഉപനിഷത്ത് ഈ സത്യം വ്യക്തമായിട്ടും വിശദമായിട്ടും വർണ്ണിക്കുന്നു. ഈ പ്രപഞ്ചം ഈശ്വരന്റെ വാസഗൃഹമാണെന്ന് അത് പ്രഖ്യാപിക്കുന്നു. ഈശാവാസ്യം ഇതം ജഗത്ത്. 18 മന്ത്രങ്ങളുള്ള ഒരു ചെറിയ ഉപനിഷത്താണ് ഇത്. 18 ഒരു ശുഭസംഖ്യയാണ്. ഇത് വിജയത്തിന്റെ പ്രതീകമാണ്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട്. പുരാണങ്ങൾ 18 ആണ്. പ്രശാന്തി നിലയം 6/10/1981 നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. സൈരാം. ഇനി അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. ഒന്നും കൂടെ പൊങ്ങിയിരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ഓൺ ചെയ്യൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. കാണാലോ ചേച്ചി? ഇപ്പൊ കാണാവോ? കാണാവോ ചേച്ചി? വീഡിയോ ഓണല്ല, വീഡിയോ ഓണല്ല. സൈര, വീഡിയോ ഓണല്ല. വീഡിയോ ഓൺ ആണ് ചേച്ചി. ആണോ? ഫോട്ടോ കാണുന്നില്ല. നെറ്റിന്റെ ആണോ? എന്തായാലും പറഞ്ഞു. ഓക്കെ. സ്വാമിയെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാമിയുടെ സങ്കല്പം തന്നെ വേണം. ആ സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാമിയെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ. സ്വാമി സങ്കല്പിച്ചാൽ സ്വാമി നമ്മളെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചോളും. കാരണം ഞങ്ങള് സത്യസായി സേവാ സംഘടനയുമായിട്ട് അല്ലെങ്കിൽ സത്യസായി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത് 2002 അത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുഷ്കരൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ 2002 ഒക്ടോബർ 2 കൂടിയാണ് കൊടപ്പനാക്കുന്നിൽ ഒരു മണ്ഡലി രൂപീകരിക്കാൻ നേരത്താണ് ഞങ്ങള് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നാൽ 1974 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ രേണുക, സുമാന്ന് വിളിക്കും, ദാസങ്കലിന്റെ മോള്, അവര് പുട്ടപ്പർത്തി പോകുന്നു, ബാബയെ കാണാൻ പോകുന്നു. പുട്ടപ്പർത്തിന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബാബയെ കാണാൻ പോകുന്നു എന്നുകൊണ്ട് ബസ് പിടിച്ച് ഇവര് പോവായിരുന്നു. ഇവര് പോയിട്ട് തിരിച്ചു വരുമ്പോ ലോക്കറ്റും മോതിരം ഒക്കെ കൊണ്ടു തരുമായിരുന്നു. പക്ഷെ അപ്പൊ അച്ഛൻ ഇതൊന്നും ഇടാൻ എന്നെ സമ്മതിക്കില്ല. അച്ഛനും അമ്മയും വളരെ ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ ലിവിങ് ഗോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്കില്ലായിരുന്നു. അപ്പൊ അച്ഛൻ എപ്പോഴും പറയായിരുന്നു ഇതൊക്കെ ഇട്ടാ ഇതിന്റെ പുറകെ പോണ്ടി വരും എന്ന്. അപ്പൊ എന്റെ മനസ്സിലും അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങള് ഹൈസ്കൂളിൽ പഠിക്കുമ്പോ അച്ഛന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന രാമചന്ദ്രൻ പിള്ള സാറ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വന്ന് താമസമാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ മോളും ഞാനും ഒരു ക്ലാസ്സിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ ശ്രീജ എന്നോട് പറഞ്ഞു, ലത ഞങ്ങള് ബാബയുടെ പൂജയ്ക്ക് പോവാണ്, താനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും വരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പെർമിഷൻ ഒക്കെ എടുത്ത് അവിടെ പോയി. പൂജപ്പുര രാമലിംഗപിള്ള സ്വാമി, അവിടെ സ്വാമി വന്ന് അവിടെ താമസിച്ചിട്ടുള്ള വീടാണ്. അപ്പം ആ വീട്ടില് ഈ ശ്രീജയുടെ കുഞ്ഞമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭജനാന്നോ ബാബാന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവിടെ കുറച്ച് പൂവൊക്കെ ഇങ്ങനെ നുള്ളാനായിട്ട് തന്നു. ഞാനും ശ്രീജയും കുട്ടികളുടെ സെറ്റ് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. കളിക്കുന്നതിന്റെ ഇടയിൽ ഈ ഭജന കേട്ടു. പക്ഷെ ഭജന കഴിഞ്ഞ ഉടൻ ഇഡ്ലി സാമ്പാർ അങ്ങനെ പ്രസാദം. അതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് ഒരുപാട് സ്വീറ്റ്സ്, ഡിഫറെന്റ് വെറൈറ്റി സ്വീറ്റ്സ് കൊണ്ടുതന്നു. അപ്പം നെക്സ്റ്റ് മന്തും ഇവര് വരുന്നോ എന്ന് ചോദിച്ചോടൻ എന്റെ ലക്ഷ്യം ഭജനയോ സ്വാമിയോ ഒന്നും അല്ല, ആ സ്വീറ്റ്സ് മാത്രമായിരുന്നു. ഞാൻ അങ്ങനെ അതിലും പോയി. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞ് അവര് തിരിച്ച് ബഹറിനിലേക്ക് പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 1986 LBS ജോലിയിൽ കയറുമ്പോ
എന്റെ കൂടെ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിച്ച സുജാത ഉണ്ടായിരുന്നു. അപ്പൊ സുജാത എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, മുക്കോല, നമ്മുടെ കൊടപ്പനാക്കുന്നിലെ മുക്കോല ഒരു ബാബയുടെ അമ്പലമുണ്ട്. അപ്പം സുജാത എടുത്ത ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞു, എല്ലാ തേഴ്സ്ഡേയ്സും ആ ബാബയുടെ അമ്പലത്തില് തുളസി കൊണ്ടൊരു ഹാരം, പിന്നെ വെള്ളപ്പൂ കൊണ്ടൊരു ഹാരവും കൊണ്ട് വെക്കുകയാണെങ്കിൽ കല്യാണം നടക്കും. അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങള് സുജാതയോട് പറഞ്ഞു. അപ്പൊ സുജാത എന്റെ അടുത്ത് വെനസ്ഡേ പറഞ്ഞു, എനിക്ക് കുറച്ച് തുളസി പൂ വാങ്ങിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, പൂ വാങ്ങിക്കേണ്ട, അച്ഛന് നല്ലൊരു തുളസി ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ തുളസി ഉണ്ട്, ഞാൻ അത് തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറിച്ചു. ആദ്യത്തെ തേഴ്സ്ഡേ സുജാത തന്നെ പൂ കെട്ടി അമ്പലത്തിൽ പോയി. നെക്സ്റ്റ് വെനസ്ഡേ ആയപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, വെള്ളപ്പൂ വാങ്ങിച്ച് സുജാത കെട്ടിക്കോളൂ, തുളസി ഞാൻ കെട്ടിക്കൊണ്ടുവരാം. അങ്ങനെ 2 മാല വീതം കെട്ടുമായിരുന്നു, ഒന്ന് കൃഷ്ണൻ കോവിലേക്കും ഒന്ന് ഈ അമ്പലത്തിലേക്കും. അങ്ങനെ വെറുതെ കാഷ്വൽ ആയിട്ട് ഞാനും സുജാതയുടെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ശുദ്ധി ടെമ്പിളിൽ, അപ്പൊ ശുദ്ധി എന്താണെന്നോ സ്വാമിയുടെ അവതാരെന്നോ ഒന്നും അറിയാതെ ശുദ്ധി ടെമ്പിളിൽ പോവായിരുന്നു. പക്ഷെ ശുദ്ധി ബാബയെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ശാന്തത അവിടെ ചെല്ലുമ്പോ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 93-ലാണ് എനിക്ക് തോന്നുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീദേവിയുടെ ബ്രദർ ബാബു എനിക്കൊരു ശുദ്ധി സച്ചരിതം, അതിനകത്തൊരു പടം, സ്വാമിയുടെയും ശുദ്ധിയുടെയും ഫോട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ സ്വാമിയുടെ ഫോട്ടോ കണ്ട അച്ഛൻ ഇത് വായിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഫോട്ടോ ഞാൻ മാറ്റി ബുക്കിനകത്ത് വെച്ചു. തന്നിട്ട് വന്നു, ലതാ തേഴ്സ്ഡേ തൊട്ട് ഇത് വായിച്ചാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് സുജാതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തേഴ്സ്ഡേ തൊട്ട് സുജാത വായിച്ചോളൂ. അപ്പൊ സുജാത പറഞ്ഞു, അത് വേണ്ട, ആദ്യം ലത വായിക്കാൻ, എന്നിട്ട് അടുത്ത വെനസ്ഡേ എനിക്ക് തന്നാൽ മതിയെന്ന്. ശരിക്കും അതിനകത്ത് ഒരു കൊച്ചു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരുന്നു. അപ്പൊ പേജ് മടക്കാതിരിക്കാൻ വെച്ചതായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സുജാത എന്നോട് ചോദിച്ചു, എനിക്ക് ആ ഫോട്ടോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ തന്നത്, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം, എന്തായാലും ഇപ്പൊ തൽക്കാലം ഇത് വെച്ചോളൂ, ഞാൻ വായിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. തേഴ്സ്ഡേ കഴിഞ്ഞ് അടുത്ത വെനസ്ഡേ ആയപ്പോ ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞു, സുജാതയ്ക്ക് കൊടുത്തു. അപ്പൊ നെക്സ്റ്റ് ടേൺ സുജാതയുടെ ആയിരുന്നു. സുജാത അത് വായിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു, എനിക്ക് തന്നപ്പോ ഒറ്റ ഫോട്ടോയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, അതേ, ഒറ്റ ഫോട്ടോ അതിനകത്തുള്ളൂ, അതെടുത്ത് മാറ്റിക്കളയല്ലേ, നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. പറഞ്ഞു, അല്ല, ഇന്നിപ്പോ 3 ഫോട്ടോ ആയിന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ പേടി തുടങ്ങി. കാരണം അച്ഛൻ പറഞ്ഞു, ഇതിങ്ങനെ എന്തൊക്കെയോ ഒരു മജീഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്റെ മനസ്സിൽ അറിയാതെ വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോ അത് 7 ഫോട്ടോയും ആയി. ശരിക്കും അപ്പം ഇത് സ്വാമിയുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്താണോ സുജാതയുടെ ആഗ്രഹം എനിക്കൊരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്, അത് സാധിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. സുജാത ഈ 7 ഫോട്ടോ കിട്ടിയപ്പോ ഒരു ഫോട്ടോ ഞങ്ങൾ അതിൽ തന്നെ വെച്ചു. 3 വീതം ഞങ്ങൾ 2 പേരും ഡിവൈഡ് ചെയ്തെടുത്തു. ഇത് ബാബുവിനോട് പറയാനും പോയില്ല. ഇത് കഴിഞ്ഞ് പുഷ്കരനുമായിട്ടുള്ള കല്യാണം പോലും എനിക്ക് തോന്നുന്നു സ്വാമി നടത്തി തന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കിങ്ങനെ പ്രൊപ്പോസൽ വന്നപ്പോ ഒരു വാട്ടർ അതോറിറ്റിയിൽ ഒരു എഞ്ചിനീയറുടെ പ്രൊപ്പോസലും വന്നു, പുഷ്കരന്റെ പ്രൊപ്പോസൽ. പുഷ്കരൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. അപ്പൊ ഇത് വന്നപ്പം അച്ഛന് പുഷ്കരന്റെ ആയിട്ടുള്ള കല്യാണം മതിയെന്നും അമ്മയ്ക്ക് പൊസിഷൻ നോക്കിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ മതി എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, തേഴ്സ്ഡേ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോ ഞാൻ ഒരു തീരുമാനം എടുക്കാം, അപ്പൊ നിങ്ങൾ തമ്മിൽ ഇനി വഴക്ക് വേണ്ട, ഞാൻ എന്ത് പറയുന്നു എനിക്ക് അദ്ദേഹമായിട്ടുള്ള കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുജാത പറഞ്ഞ അനുസരിച്ച് നമുക്ക് നറുക്കിട്ട് നോക്കാം, അച്ഛൻ പറയണാണോ അമ്മ പറയണാണോ വേണ്ടതെന്ന്. അങ്ങനെ സ്വാമിയുടെ പാദത്തില് യൂഷ്വൽ നറുക്കിടുമ്പോ ഞാൻ എസ് നോ ഈ 2 ചീറ്റുമാണ് എഴുതാറ്. അങ്ങനെ കൊണ്ടുവന്ന് ആ ചീട്ട് സ്വാമിയുടെ പാദത്തിൽ വെച്ച് സുജാത എടുത്തപ്പോ എസ് എന്ന് കിട്ടി. അപ്പൊ സുജാത ചോദിച്ചു, എസ് ആരാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ നറുക്കിടുന്ന അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. യൂഷ്വൽ ഞാൻ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ എന്റെ അടുത്ത് സ്വാമിയുടെ ഫ്രണ്ട് ശുദ്ധി ബാബ ടെമ്പിളിൽ വെച്ച് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനകം സ്വാമി എന്തെങ്കിലും ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ലക്ഷണം നമുക്ക് കാണിക്കുകയാണെങ്കിൽ ലതയുടെ അച്ഛൻ പറഞ്ഞ കല്യാണം നടത്താമെന്ന് പറയണം, ഇല്ലെങ്കിൽ അമ്മ പറഞ്ഞത് സമ്മതിക്കും. അപ്പൊ ഈവനിങ് വരെ സമയം ഉണ്ടല്ലോ, നമുക്ക് വൈകുന്നേരത്തിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. രാവിലെ ശരിക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ കാറ് സ്കൂട്ടറും ഒക്കെ എപ്പോഴും കഴുകും ഓഫീസിൽ പോണതിന് മുമ്പേ. അപ്പൊ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. അച്ഛൻ കാറ് കഴുകിക്കൊണ്ടിരുന്നു. അപ്പൊ ബാബു ശുദ്ധി ടെമ്പിളിൽ നിന്ന് പോണ വഴിക്ക്, സാധാരണ ബാബു ഞങ്ങളുടെ വീട്ടിൽ കയറുന്നതല്ല, എനിക്ക് വലിയ ഓർമ്മയില്ല ബാബു വന്നിട്ടുള്ളതായിട്ട്. ബാബു വന്ന് ശുദ്ധിയുടെ കിരീടം, ബാബു വെച്ച കിരീടമാണ്. അപ്പൊ ബാബു പോളിഷ് ചെയ്യാൻ വേണ്ടി അത് എടുത്തോണ്ട് വരുന്ന സമയമായിരുന്നു. അപ്പൊ ബാബു ഇവിടെ കൊണ്ടുവന്നിട്ട്, ആ സാർ ഇത് ശുദ്ധി ബാബയുടെ കിരീടമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ബാബയുടെ ആൾക്കാർ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബാബു നേരെ ആ കിരീടവും കൊണ്ട് അകത്ത് വന്നു. അകത്ത് വന്നപ്പോ ആ സുജാത പെട്ടെന്ന് പോയി തൊഴുതിട്ട് ഹായ് ഉറച്ചു വിളിച്ച്. എനിക്ക് പക്ഷേ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ കിരീടം കണ്ടപ്പോ. ബാബു ഇറങ്ങിയോടെ സുജാത പറഞ്ഞു, അപ്പൊ കൂടെ അച്ഛൻ പറഞ്ഞ കല്യാണം നടക്കും,
ബിക്കോസ് സ്വാമി ശുദ്ധി ബാബ വിഗ്രഹം ആ കിരീടമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയല്ലേ എന്ന്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ബി സ്വാമി റീപ്ലാൻഡ് ആയിട്ട് ഇത് ചെയ്യിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും ബാബു ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ബാബു ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ നടന്നു നന്നായിട്ട് തന്നെ. അപ്പൊ കല്യാണത്തിന്റെ അന്നും മറ്റേ ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അന്നുമൊക്കെ ഞങ്ങൾ അവിടെ ശുദ്ധി ബാബ ടെമ്പിളിൽ പൂജയ്ക്ക് കൊടുത്തിരുന്നു. അപ്പം ശുദ്ധി ബാബ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ ആനന്ദിനെ പ്രസവിച്ചിട്ട് കിടക്കുന്ന ആ സമയമായിരുന്നു. അപ്പൊ പുഷ്കരൻ ഒറ്റയ്ക്ക് ശുദ്ധി ടെമ്പിളിൽ പോയി. ശുദ്ധി ടെമ്പിളിൽ ചെന്നപ്പോ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നതിന്റെ കൂടെ വിഭൂതിയൊക്കെ പൊതിഞ്ഞ പ്രീസ്റ്റ് കൊടുത്തു വിട്ടു. പുഷ്കരൻ തിരിച്ചു കൊണ്ടുവന്ന് അത് ഇടിക്കാനായിട്ട് നോക്കിയപ്പോ അതിനകത്ത് ഒരു കൊച്ചു സ്പൂൺ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ പുഷ്കരൻ ഇത് പൊതിഞ്ഞെടുത്തോണ്ട് വന്ന് അത് വിഭൂതി എടുക്കുന്ന സ്പൂണാണെന്ന് തോന്നി. അപ്പൊ പുഷ്കരൻ പറഞ്ഞ, അല്ല ഇത് പോറ്റി തന്നാണ്, ഞാൻ എടുത്തതല്ല. സാധാരണ നമുക്ക് അവിടെ പോയി സെൽഫായിട്ട് എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ഇത് കൊണ്ട് കൊടുക്കും, അവിടെ ഒരു സ്പൂണേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുഷ്കരൻ ഈ സ്പൂണ് കൊണ്ട് തിരിച്ച് ശുദ്ധി ടെമ്പിളിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോ പോറ്റി സ്പൂൺ കാണിച്ചു കൊടുക്കുക, അവിടെ സ്പൂണുണ്ട്. അപ്പൊ സ്വാമി ഞങ്ങളുടെ വെഡിങ് ഡേക്ക് ഗിഫ്റ്റ് തന്നതായിട്ട് ആ സ്പൂൺ ഇപ്പോഴും ഞങ്ങള് പ്രഷ്യസ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുകയാണ്. ഇനി സ്വാമിയിലേക്ക് വന്നത് പറയാം. ഇതിനുശേഷം 2002 സ്വാമിയിലേക്ക് വരാനും ബാലവികാസിനെ കുറിച്ച് അറിയാനും വത്സല ചേച്ചിയുടെ ഒരുപാട് ക്ലാസ്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയം. അപ്പം ഇതിൽ സ്വാമിയിലേക്ക് വരാനും ബാലവികാസ ക്ലാസ്സസ് എടുക്കാനും 32 കുട്ടികളോളം എനിക്ക് ഗ്രൂപ്പ് 3 ഡിപ്ലോമ എടുപ്പിക്കാനും പറ്റി. ഇന്നലെ വത്സല ചേച്ചി പറഞ്ഞില്ലേ, നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ബാലവികാസ് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ എനിക്ക് വേദ പഠിക്കാനും വൈദ്യാസാറിന്റെ കീഴിൽ വേദം പഠിക്കാനും വേദം പ്രചരിപ്പിക്കാനായിട്ട് വേദ ട്രെയിനർ ആക്കാനും ഒക്കെ സ്വാമിയുടെ ഓർഗനൈസേഷനിൽ വന്നതിന് ശേഷം സ്വാമി തന്ന ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൂട്ടുകയാണ്. അതുപോലെ സായി ഗായത്രി ഹോമം നടത്താനായിട്ട് കേരളത്തിൽ നിന്ന് 14 പേരെ സെലക്ട് ചെയ്തതിൽ 3 വനിതകളുണ്ട്. അതിൽ ഒരാള് ആയിട്ടുള്ളൊരു സെലക്ഷനും സ്വാമിയുടെ അനുഗ്രഹം ബ്ലെസ്സിങ് ആയിട്ട്, അല്ലെങ്കിൽ സ്വാമി എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കൂട്ടുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സ്വാമിയുടെ ഫിസിക്കൽ പ്രസൻസില് പുട്ടപ്പർത്തിയില് ദമ്പതി പൂജയ്ക്ക് ഇരിക്കാനും വരലക്ഷ്മി പൂജ ചെയ്യാനും ഒട്ടുള്ള അവസരവും ഞങ്ങൾക്ക് സ്വാമി തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഓർഗനൈസേഷനിൽ വളരെ ജൂനിയറായ 2002 മാത്രം എത്തിയ ഞങ്ങൾക്ക് ഇത്രയൊരു അനുഗ്രഹം തന്നത്, ഇത് ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പം ഇതെല്ലാം സ്വാമിയുടെ അനുഗ്രഹവും അല്ലെങ്കിൽ മുൻജന്മ സുഹൃതവും അച്ഛന്റെയും അമ്മയുടെയും ബ്ലെസ്സിങ്സും ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ പറയാനും അതുപോലെ വായിച്ചപ്പോ 18 ഏറ്റവും നല്ല നമ്പറാണെന്ന് പറഞ്ഞു. 18 പുരാണങ്ങളുടെ ഒക്കെ ഇന്ന് തീയതി 18 ആയിരുന്നു ചേച്ചി. അപ്പൊ എനിക്ക് അതും ഭയങ്കര സന്തോഷം തോന്നി. കാരണം സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇതും സ്വാമിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. ഇന്നിങ്ങനെ ഒരു അവസരം തന്നതിന് ചേച്ചിയോടും സത്യസായി സേവ ഓർഗനൈസേഷൻ കാസർഗോഡ് യൂണിറ്റും എല്ലാരോടും വളരെ സ്നേഹപൂർവ്വം സൈറാം. మానవుని ప్రధానమైనటువంటి గుణము భగవంతుడు అనుగ్రహించినటువంటి గుణము కృతజ్ఞత. The main quality that God has gifted us is this సూర్య gratitude. నమస్కారం లోపల భారతీయ సంస్కృతిని పురస్కరించుకొని Basing on the ancient culture of Bharat, నమస్కారం చేసేటువంటి వారు సూర్య నమస్కారములు. we offer our salutation namaskara to sun god. అందులో ఒక పదము ఏర్పడినటువంటిది. There we have one interesting word. కృతజ్ఞతాయ నమః అన్నారు. There's one interesting word, kృతజ్ఞాయ నమః. అనగా సూర్యుని యొక్క తేజస్సు అణుమాత్రమైన భావంతో మానవుని యొక్క నేత్రముల లోపల చేరి ఉంటుండాలి. In fact, you find the light within the eye of every human being. చంద్రమా మనసో జాతః చక్షో సూర్యో అజాయత. Mind is the presiding deity, the moon is the presiding ఏ deity of the మానవుడు mind. చేసిన మేలుకు మర్చిపోయి కృతజ్ఞుడిగా రూపొందుతాడో అటువంటి వాడి నేత్రము ఉండి ప్రయోజనం లేదన్నారు. The man who forgets all the help given rendered to him is an ungrateful wretch and becomes blind. అట్టివాడు లోకము లోపల అంధుడనే చెప్పవచ్చును. We can call them totally blind people, ungrateful. సూర్యుడే తన నేత్రముల నుంచి వదిలిపోతున్నాడు. And in fact, sun withdraws light from the eyesight. ప్రతి మానవుని కూడాను ఎవరైనా కూడా సరే ఏమి చేసినప్పటికీ చేసిన మేలును మరవకుండా ఉండాలి.
Whosoever may be, one should not forget the help. ప్రాణములైనను సులభంగా వదలవచ్చును కానీ ఈ కృతజ్ఞతను మనం మరవకూడదు. You be prepared to give up life, but you should remain grateful. ഭജന പാടിക്കൊള്ളൂല്ലേ? ഓം ശിവായ ഓം ശിവായ ശംഭോ ശങ്കര ഓം ശിവായ ശംഭോ ശങ്കര ഓം ശിവായ സായി ശങ്കര ഓം ശിവായ സത്യ സായി ശങ്കര ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശംഭോ ശങ്കര ഓം ശിവായ ശംഭോ ശങ്കര ഓം ശിവായ സായി ശങ്കര ഓം ശിവായ സത്യ സായി ശങ്കര ഓം ശിവായ ഓം ശിവായ ഓം ശിവായ. ജയ് സായിരാം. സായിരാം. താങ്ക് യു സോ മച്ച് ലത. താങ്ക് യു. സായി ഉപമ. സായിരാം ചേച്ചി. ഒരാൾ നീലയോ ചുമപ്പോ ആയ പാനീയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ ചായം കലക്കേണ്ടതില്ല. പകരം അതിനെ ഒരു നീല ഗ്ലാസ്സിലോ ചുമന്ന ഗ്ലാസ്സിലോ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ ഒരു കെട്ടിടത്തിന്റെ രൂപഭംഗി ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊന്ന് സ്വീകരിക്കാം. പക്ഷേ അതിൽ അത്യാവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കണം. അതിന് പണിക്കാരുടെ വീക്ഷണഗതി സ്വീകരിക്കുവാനും തയ്യാറാകണം. ഹിതവും മിതവും അതാണ് നാം നോക്കേണ്ടത്. അതിനു വേണ്ടതായ മാർഗനിർദ്ദേശം ഇവയാണ്. ഒരു വളരെയധികം ആഡംബരമുള്ളതോ വളരെ മോശമായതോ ഒരുപാട് വില പിടിച്ചതോ തീരെ ലോലമായതോ ആയ വേഷവിധാനം ഉപേക്ഷിക്കുക. മധ്യമമായ പാത എല്ലാ കാര്യത്തിലും സ്വീകരിക്കുവാൻ പഠിക്കുക. അതാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഇന്ദ്രിയ അധിഷ്ഠിതമായ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള അഭിവാഞ്ച പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അവയെ ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളാക്കി പരിവർത്തനം ചെയ്യുക. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഈശ്വരന് സമർപ്പിക്കുക. എല്ലാ വിജയങ്ങളും പരാജയങ്ങളും ഈശ്വരന്റെ അനുഗ്രഹമായി സ്വീകരിക്കുക. ഈശ്വരേച്ഛയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിശ്ചയിച്ചത്. അതിന് വഴങ്ങിക്കൊടുക്കുക. അത് എല്ലാ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായി നിങ്ങളുടെ അഭിനിവേശങ്ങളെ മാറ്റുക. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായി.